നമസ്കാരം. സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമാണോ എന്നത് എല്ലാവരുടെയും ഒരു സംശയമാണ്. കണക്കുകൾ പ്രകാരം രാജ്യത്തെ വീടുകളിൽ 280 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 27,000 ടൺ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഉയർന്ന മൂല്യമുള്ള സ്വർണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇൻഷുറൻസ് ആണ്. സാധാരണയായി വീടുകൾക്കുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് സ്വർണത്തിന്റെയും ഇൻഷുറൻസ് കവറേജ്. എന്നാൽ ആകെ ഇൻഷുറൻസ് കവറേജിന്റെ 15% തുക മാത്രമേ സ്വർണത്തിന് ലഭിക്കുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ പല ഇൻഷുറൻസ് കമ്പനികളും സ്വർണത്തിന് പ്രത്യേകമായ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ജ്വല്ലറി ബ്രാൻഡുകൾ ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ച് കുറഞ്ഞ നിരക്കിലുള്ള സമഗ്രമായ ഇൻഷുറൻസ് കവറേജ് ആണ് നൽകുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ, തീ എന്നിവ മൂലം സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. കൂടാതെ മോഷണം, കലാപങ്ങൾ, വാഹനാപകടങ്ങൾ മുതലായവയിലൂടെ സ്വർണം നഷ്ടപ്പെടുമ്പോഴും കവറേജ് ലഭിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ആകെ മൂല്യത്തിന്റെ 95% തുകയും ഇത്തരത്തിലുള്ള കവറേജിലൂടെ ലഭിക്കും. സ്വർണത്തിന്റെ നിർമ്മാണ കൂലി, നികുതി എന്നിവ കിഴിച്ചാണ് ഇൻഷുറൻസ് കവറേജ് കണക്കുകൂട്ടുന്നത്. അതേസമയം സ്വർണം വിൽക്കുക ഏതെങ്കിലും നടപടികളുടെ ഭാഗമായി സർക്കാർ സ്വർണം പിടിച്ചെടുക്കുമ്പോഴോ ഉണ്ടാകുന്ന നഷ്ടത്തിന് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ജ്വല്ലറി ഇൻഷുറൻസ്, ഗോൾഡ് ലോൺ ഇൻഷുറൻസ്, ജ്വല്ലറി ബിസിനസ് ഇൻഷുറൻസ്, ബാങ്ക് ലോക്കർ ഇൻഷുറൻസ് എന്നീ പേരുകളിലാണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. വീടുകൾക്കുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആഡ് ഓൺ ആയും സ്വർണ്ണാഭരണങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കും. ജ്വല്ലറികൾ ഏർപ്പെടുത്തുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികളുടെ ഭാഗമായി ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് തിരഞ്ഞെടുക്കാനും അവസരമുണ്ട്. ഈ മാസം ഇതുവരെ 3,000 രൂപയിലധികം ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ചെറിയ കുറവല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ മാസത്തെ വൻപൻ വില ഉയർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു ഇടിവിന്റെ പ്രതിഭാസമുണ്ടായത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറയുന്നത് കേരളത്തിലെ വിലയെ സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെ ഡോളർ മൂല്യം കുത്തനെ ഉയർന്ന വമ്പൻ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സ്വർണ്ണവിലയ്ക്കും വേഗപ്പൂട്ടിയിടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ കുറവ് തുടരാനാണ് സാധ്യത. ഇപ്പോൾ ആഗോള സ്വർണ്ണവില നിൽക്കുന്ന നിലവാരത്തിൽ തന്നെയാണ് കൂടുതൽ പിന്തുണയുള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആഗോള വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ചയായിരിക്കും കേരളത്തിലും പ്രതിഫലിക്കുന്നത്. വില $2,580 എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പഴയതുപോലെ കേരളത്തിലും മുന്നേറ്റമുണ്ടാകും. കേരളത്തിലെ സ്വർണ്ണവില അനുസരിച്ച് ഒരു പവൻ വാങ്ങാൻ 55,480 രൂപയാണ് മുടക്കേണ്ടത്. എന്നാൽ അതൊരിക്കലും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള വിലയല്ല എന്നറിയണം. നിങ്ങൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ അതിനൊപ്പം പണിക്കൂലിയും മറ്റ് നികുതികളും ഒക്കെ നൽകേണ്ടി വരും. ഇതോടെ സ്വർണത്തിന്റെ വില കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പവൻ സ്വർണം ആഭരണമാക്കി മാറ്റി വാങ്ങുമ്പോൾ ഏകദേശം 59,000 രൂപ മുതൽ നൽകേണ്ടി വരും. എന്നാൽ അതൊരു ഉദാഹരണ കണക്ക് തന്നെയാണ്, തറപ്പിച്ചു പറയാം. കാരണം നിങ്ങൾ നിർമ്മിക്കുന്ന ആഭരണത്തിന്റെ പണിക്കൂലി അനുസരിച്ച് ഈ വില വ്യത്യാസപ്പെട്ടിരിക്കാം. അതേസമയം സ്വർണ്ണവിലയിലെ ഇടിവ് ആഘോഷമാക്കിയിരിക്കുകയാണ് മലയാളി പ്രവാസി ഉൾപ്പെടെയുള്ള UAE നിവാസികൾ. രാജ്യാന്തര വിപണിയിലെ ഇടിവിന് അനുസൃതമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ റെക്കോർഡ് നിരക്കിലുള്ള കുറവാണ് UAEയിലും സ്വർണത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്.